ജീവിതത്തിൽ എല്ലാം തീർന്നു, ഇനിയും ഒരവസരമില്ല, അല്ലെങ്കിൽ ഇനിയും എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് കരുതി ഭാരപ്പെടുന്നവരാണോ നിങ്ങൾ? ഇന്നത്തെ ദൂത് നിങ്ങൾക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, അല്ലെങ്കിൽ രോഗത്തിൻ്റെ അനുഭവം, അല്ല എന്തെങ്കിലും അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ. പലപ്പോഴും പലരും പറഞ്ഞ് എൻ്റെ പ്രായം കഴിഞ്ഞു, ഇനിയും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മൾ അതാണ് കേൾക്കാൻ പോകുന്നത്. പ്രായത്തെ അതിജീവിച്ച ജീവിതത്തിൽ പോരാട്ട വീര്യത്തോടെ പ്രായത്തെ അതിജീവിച്ച കുറേ പേർ. ഓരോ ദൂതുകളുടെ പുറകിലും ദൈവത്തിൻ്റെ എന്തോ ഒരു ആലോചനയാണ് ഓരോ ദൂതുകൾ. ഇന്ന് ചർച്ചിലെ ആരാധനയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ യാദൃച്ഛികമായി ഞാനൊരു വീഡിയോ കാണാനിടയായി. അത് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒസാക്കയിൽ ക്രൗൺ പ്ലാസയിലെ താമസിച്ചത്. അപ്പം നമ്മൾ ഒസാക്ക സ്ട്രീറ്റിലൊക്കെ കറങ്ങിയതിന് ശേഷം ക്രൗൺ പ്ലാസയിലേക്ക് ഒരു ടാക്സി പിടിച്ചു. അപ്പൊ ടാക്സി പിടിച്ചപ്പോൾ വന്ന ഡ്രൈവർ വളരെ പ്രായമുള്ളവരാണ്. അപ്പൊ ഇയാളുടെ ഏജ് ഒക്കെ ആ ഡാഷ്ബോർഡിൽ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ടാവില്ല. ഏജ് നമുക്ക് കണ്ടറിയാം. 82 years ഏജ് ആയിട്ടുണ്ട് ഇയാൾക്ക് ഇംഗ്ലീഷ് ഒന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ 82 years ഏജിൽ ഇയാൾ ഡ്രൈവറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ കേട്ടില്ലേ, പ്രായത്തെ അതിജീവിക്കാൻ പോരാട്ട വീര്യം കൊണ്ട് പ്രായത്തെ അതിജീവിക്കാൻ ഒരു വ്യക്തി തീരുമാനിച്ചപ്പോൾ സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് അനുകൂലമായി. ഭാഷയിൽ റിട്ടയർമെന്റ് എന്ന് പറയുന്ന പദത്തിന് തത്തുല്യമായിട്ടുള്ള പദം ഇല്ല അത്ര. കാരണം എന്താ വെച്ചാൽ അവർ റിട്ടയർ ചെയ്യാറില്ല. റിട്ടയർ ചെയ്യാത്തൊരു രാജ്യത്ത് പിന്നെ റിട്ടയർമെന്റ് പദത്തിന്റെ ആവശ്യമില്ലല്ലോ. അതിൽ പറഞ്ഞ ഒരു പ്രധാന ഒരു ആശയം നിങ്ങൾ ശ്രദ്ധിച്ചു. ജപ്പാനിൽ റിട്ടയർമെന്റ് എന്നുള്ള വാക്കിന് തത്തുല്യമായ അനവധി വാക്കുകളില്ല. പക്ഷെങ്കിൽ നമുക്ക് മലയാളത്തിലും റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വാക്കുകളാണ്. റിട്ടയർമെന്റ്, വിരമിച്ചു, പിരിഞ്ഞു, അവസാനിച്ചു, കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോവും, എന്ത് ചെയ്യാനാ, അനവധി മലയാള വാക്കുകളുണ്ട്. അല്ലവാ ഈ റിട്ടയർമെന്റ് കഴിഞ്ഞവരോട് നമ്മൾ ചോദിക്കാമെങ്കിൽ പലപ്പോഴും വളരെ വിരളമായ ആൾക്കാരേ ഉള്ളൂ സന്തോഷമായിട്ടിരിക്കുന്നത്. അനേകരും ഈ പറയുന്ന പദങ്ങൾ വീണ്ടും പറഞ്ഞ് ജീവിതത്തെ വീണ്ടും നരക തുല്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം എന്താണെന്ന്, നമ്മൾ റിട്ടയർമെൻറ്റ് ഏജ് അഥവാ ഒരു 58 മറ്റോ പ്രായം കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മൾ വീട് ചുറ്റുപാടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ മക്കൾ കുറച്ചുകൂടി പ്രായമുള്ളവർ ഒക്കെ നമ്മുടെ തലത്തിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. തെറ്റാണ്. അവർ നമ്മുടെ പ്രായത്തിലേക്ക് വന്ന് മെച്യൂരിറ്റി ഷോ കാണിക്കാനുള്ള അവസരമല്ല. നമ്മളുടെ മെച്യൂറായിരിക്കുമ്പോൾ തന്നെ, മെച്യൂരിറ്റി ഉള്ളപ്പോൾ തന്നെ അവരുടെ തലങ്ങളിലേക്ക് ഇറങ്ങി യുവത്വം വാക്കുകൾ പറയുമ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല. സാഹചര്യങ്ങളുടെ മേൽ നമുക്ക് ജയമെടുക്കുന്നതിന് പകരം സാഹചര്യങ്ങൾ നമ്മളെ വാഴുവാൻ നമ്മൾ അറിയാതെ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഈ കാര്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയിൽ നിന്നും ആരാധന കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വ്യക്തി എൻ്റെ മുമ്പിലേക്ക് വന്നു. ഇതാ ഒരു അച്ഛന് വയസ്സ് എത്ര ഉണ്ട്? എനിക്ക് 82. അച്ഛൻ ഇപ്പൊ എന്തോ ചെയ്യുന്നേ? കൃഷിപ്പണി. എവിടാ കൃഷിപ്പണി? ആറ്റുവാട്ടേക്ക്. എന്തെല്ലാം കൃഷിയുണ്ട്? പയറ്, പാവയ്ക്ക, വെണ്ടയ്ക്ക, ചീര. എത്ര വയസ്സുണ്ട്? 82. ഓക്കെ. ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട്. സൈക്കിൾ ചവിട്ടിയ അല്ലേ? സൈക്കിൾ ചവിട്ടുക. 82ാമത്തെ വയസ്സിൽ സൈക്കിൾ ചവിട്ടും. ഓ ശരി. കേട്ടില്ലേ, 82ാമത്തെ വയസ്സിലും സ്വന്തമായി സൈക്കിൾ ചവിട്ടി ആറ്റിൻ്റെ കരയ്ക്ക് പച്ചക്കറി ചെയ്ത് കൃഷി ചെയ്ത് മനോഹരമായി കൃഷി ചെയ്ത് അടുത്തുള്ള വീടുകളിലൊക്കെ ഈ മനോഹരമായ പച്ചക്കറികൾ, വിഷം തീണ്ടാത്ത ഈ പച്ചക്കറികൾ വിതരണം ചെയ്യുന്ന 82 വയസ്സുള്ള ഈ അപ്പച്ചൻ ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ച്, നമ്മൾ ഏത് പ്രായത്തിലിരുന്നും നമ്മൾ കരുതുകയാണോ തീർന്നു, അവസാനിച്ചു, ഇനി രക്ഷയില്ലെന്നാണോ കരുതുന്നത്? ഇന്ന് 2 സാക്ഷ്യം, ഒന്ന് ജപ്പാനിൽ നടന്ന സാക്ഷ്യവും ഒന്ന് കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ കോഴഞ്ചേരിയിൽ മാരാമണ്ണിൽ നടന്നൊരു സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. ഈ 2 സാക്ഷ്യം കേൾക്കുമ്പോൾ എത്ര പേര് തീരുമാനിക്കും, ഇനിയും തീർന്നു എന്ന് ഞാൻ പറയില്ല, പ്രായമായെന്ന് ഞാൻ പറയത്തില്ല, ഏത് സാഹചര്യത്തെയും മുന്നേറുവാൻ കർത്താവ് എനിക്ക് ഒരവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികളെ വിളിച്ചിരിക്കുന്നത് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം ജയം. ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ, ഏത് സാഹചര്യമാണെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞേ, എനിക്ക് ഇതിൻ്റെ മേൽ ജയമുണ്ട്. കാരണം എനിക്ക് വയസ്സായി കാണും, പക്ഷെ വയസ്സനായിട്ട് ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ജീവിത സാഹചര്യത്തോടൊന്ന് വെല്ലുവിളിച്ചെന്ന് പറഞ്ഞേ, എനിക്ക് വയസ്സായി കാണും, പക്ഷെ വയസ്സനായിട്ട്. ആ ഒരു തീരുമാനം നിങ്ങളെ അത്ഭുതകരമായി യുവത്വത്തിലേക്ക്, നിങ്ങളെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും ഇങ്ങനെയൊക്കെയാണോ? യെസ്, ഞാൻ ഈ ദിവസങ്ങളിൽ
റിട്ടയർഡ് ആയി എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ടീച്ചേഴ്സിനെ കാണാൻ. പക്ഷെ അവർ നല്ല എനർജറ്റിക്കാണ്, അവർ ഭയങ്കര ഉത്സാഹത്തിലാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും കുറച്ച് വർഷങ്ങളായവരെ നോക്കിയപ്പം ഇതേ സാഹചര്യത്തിൽ ഇരുന്നവരെ ഇപ്പം അവർ വയസ്സായെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, ഈ ടീച്ചേഴ്സ് അവരിടപെടുന്നത് കുഞ്ഞുങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് റിട്ടയർമെൻറ്റ് ഏജ് കഴിഞ്ഞ് കുറച്ച് നാൾ അവർ നല്ല യുവത്വത്തിൽ തന്നെ നിൽക്കുക. പക്ഷെ നാളുകൾ കഴിയുമ്പോൾ അവരിടപെടുന്നത് കൂടുതലും റിട്ടയർമെൻറ്റ് ഏജ് കഴിഞ്ഞവർ രോഗികളായിട്ട് ബലഹീനതയിലും ക്ഷീണത്തിലും ഇരുന്ന് തീർന്നു, ഇനി അവസരമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോവും എന്ന് പറഞ്ഞിരിക്കുന്നവരുമായിട്ട് നിരന്തരം നമ്മൾ കൂട്ടായ്മ കൂടുമ്പോൾ അറിയാതെ അവരിലുള്ള ബലഹീനതകൾ നമ്മുടെ ശരീരത്തും നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടും. ഇന്ന് ഒന്നുകൂടെ വിളിച്ച് പറഞ്ഞാട്ട്, ഒന്നുകൂടെ അവരവരോട് പറഞ്ഞാട്ട്, എനിക്ക് വയസ്സായി കാണും, ഞാൻ വയസ്സനാകാൻ ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളിൽ ഇനിയും വലിയ സാധ്യതകളുണ്ട്, ഇനിയും കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ലഭിച്ച അറിവുകൾ, നിങ്ങൾക്ക് ലഭിച്ച ആ ജോലിയിലും മറ്റും ലഭിച്ച ആ എക്സ്പീരിയൻസ് അനവധി അടുത്ത തലമുറയ്ക്ക് പകരുവാൻ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് പോൽക്കാലം ഒന്നുകൂടെ വിളിച്ച് പറഞ്ഞിട്ട്, വയസ്സാകും, ഞാൻ വയസ്സനാകത്തില്ല. അപ്പോൾ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഒസാക്കയിൽ ക്രൗൺ പ്ലാസയിലെ താമസിച്ചത്. അപ്പം നമ്മൾ ഒസാക്ക സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയതിന് ശേഷം ക്രൗൺ പ്ലാസയിലേക്ക് ഒരു ടാക്സി പിടിച്ചു. അപ്പൊ ടാക്സി പിടിച്ചപ്പോൾ വന്ന ഡ്രൈവർ വളരെ പ്രായമുള്ളവരാണ്. അപ്പൊ ഇയാളുടെ ഏജ് ഒക്കെ ആ ഡാഷ്ബോർഡിൽ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ടാവില്ല. ഏജ് നമുക്ക് കണ്ടറിയാം. 82 ഇയേഴ്സ് ഏജ് ആയിട്ട് ഇയാൾക്ക് ഇംഗ്ലീഷൊന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ 82 ഇയേഴ്സ് ഏജിൽ ഇയാൾ ഡ്രൈവറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ റിട്ടയർമെന്റ് എന്ന് പറയുന്ന പദത്തിന് തത്തുല്യമായിട്ടുള്ള പദമില്ല അത്ര. കാരണം എന്താ വെച്ചാൽ അവർ റിട്ടയർ ചെയ്യാറില്ല. റിട്ടയർ ചെയ്യാത്തൊരു രാജ്യത്ത് പിന്നെ റിട്ടയർമെന്റ് പദത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോഴാണോ നമുക്കൊരു പേർപ്പസ് ഉണ്ടാവുന്നത്, അപ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവുന്നത്, അല്ലേ? നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ 55 വയസ്സിൽ റിട്ടയറായി, പിന്നെ വേറൊരു പരിപാടിയില്ല, എങ്ങനെയും മരിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരെ പിടികൂടുന്നത്. അപ്പൊ ജീവിതാവസാനം വരെ ഒരു പേർപ്പസ് ഉണ്ടാവുകയും ഏതെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യാന്നുള്ളത് ശരിക്കും ജപ്പാൻ നമ്മളെ ഓർമ്മിപ്പിച്ചൊരു സംഭവം.